ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് സൺഡേ ആയിരുന്നു കേട്ടോ. മക്കൾക്കൊക്കെ ഫ്രീ ആണ്. മദ്രസ വിട്ട് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പം ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് കരുതിയിട്ട് എല്ലാവരും ഫാമിലി അടക്കി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കക്കാടം പോയിൽ അങ്ങനെ ഒന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് വരാമെന്ന് കരുതിയിട്ട് ഒരു 10 10:30 സമയം അങ്ങനെ ഇറങ്ങി. അതിൻ്റെ ഇടയിൽ മിഷു പല ജാതി ആക്ഷൻ ഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. അങ്ങനെ മക്കൾ 2 വണ്ടിയിലായിരുന്നു കേട്ടോ യാത്ര. അങ്ങനെ കക്കാടംപൊയിലെത്തിയിട്ടു. അവിടെ എത്തി നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പൂട്ടിയിട്ടതാണ് കേട്ടോ. വെള്ളം പെട്ടെന്ന് വരുന്ന കാണുമ്പോൾ നല്ല മഴയല്ലേ. നാരങ്ങത്തോടൊക്കെ പൂട്ടിയിട്ടതാണ് കേട്ടോ. അവിടേക്കൊന്നും പ്രവേശനമില്ല കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, അവിടെ ഇറങ്ങി കുളിക്കലും ഭക്ഷണം കഴിക്കലും അതൊന്നും നടക്കൂല കേട്ടോ. പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പോയി കാണാൻ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല വ്യൂ പറഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ എന്നൊക്കെ പറയില്ലേ. അതിൻ്റെ ഇടയിൽ പള്ളിയൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻ പള്ളിയൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്താണ് എന്താണ് നാരങ്ങത്തോട് പറഞ്ഞ സ്ഥലം കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലില്ല, ചെറുങ്ങനെ ഒരു ചാറ്റൽ മഴ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ എന്താ പറയുക ഗതികേടില്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം നല്ല മഴക്കായാലും എങ്ങനെ പോവാം മക്കളൊക്കെ കൊണ്ടാട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ജസ്റ്റ് ഇത് കാണാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതായിരുന്നു. ഏതായാലും കുളിക്കലും ഇതാക്കലും ഒന്നും നടക്കൂല. അങ്ങനെ ചെറുങ്ങനെ ഒരു വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു കേട്ടോ. എന്താ പറയുക, ഇവിടെ നിന്ന് ഇപ്പം ഒന്നും വെള്ളമില്ല കേട്ടോ. ഇവിടേക്ക് ഇറങ്ങാതിരിക്കാൻ കാരണം എന്താ പറയണമെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് കണ്ടില്ലേ ആ സ്ഥലത്ത് നിന്ന് ആ മുകളിൽ നിന്ന് താഴേക്ക് പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് വരും. നമ്മൾ പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് വരും. അപ്പോൾ ഒഴുക്ക് പെട്ടായിട്ട് അപകടങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാരെ കാണാതായതും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഓരോ കാരണങ്ങൾ കൊണ്ട് ഈ മഴക്കാലത്ത് അങ്ങനെ ഇവിടേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല കേട്ടോ. സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങൽ നിരോധിച്ച കാരണം കൊണ്ട് നമുക്കതിന് സാധിച്ചില്ല. പുതിയ തൂക്കുപാലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ കണ്ടാലും നമുക്ക് തോന്നൂല കേട്ടോ ഇവിടെയൊക്കെ അപകടം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ ഇതിൻ്റെ എന്താ പറയുക, ഈ നാടിൻ്റെ പ്രത്യേകത ഇവിടുത്തെ എന്താ പറയുക, ഒരു പെട്ടെന്ന് എന്താ മലവെള്ളം അങ്ങോട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഒക്കെപ്പാടെ അടിച്ച് കൂട്ടിയിട്ട് കൊണ്ടുപോകും. അതാണ് പേടി. അവിടെയൊക്കെ നല്ല ആഴമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പോകാൻ പേടിയാണ് ഗൈസ്. ഇപ്പോൾ നല്ല മഴൻ്റെ സീസണിൽ ഇപ്പം നല്ല വേനൽക്കാലത്തൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ കേട്ടോ. സൺഡേ ഒന്നായ പിന്നെ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, നിറയെ ആൾക്കാരായിരിക്കും. അങ്ങനത്തെ ഒക്കെ കണ്ടങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ട് കേട്ടോ. ഉച്ച സമയമാണ്. വിശപ്പ് എന്ന് പറഞ്ഞാലും പൂർക്ക വിശപ്പിൻ്റെ അങ്ങേ തിരക്കാണല്ലോ തുടങ്ങിയാണ് കേട്ടോ. അങ്ങനത്തെ അവിടെയൊക്കെ വീടുകൾ കുറവായിരിക്കും കേട്ടോ. ഫുൾ ഏക്കർ കണക്കിന് ഒഴിഞ്ഞ സ്ഥലങ്ങൾ. സത്യം പറ എനിക്കൊന്നും അങ്ങനത്തെ സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല കേട്ടോ. എനിക്ക് ഒരുപാട് ആൾക്കാരിങ്ങനെ സംസാരിച്ചിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലം അതിന് ഒരുപാട് വീടും ആൾക്കാരൊക്കെ ഉള്ളിടത്ത് എനിക്ക് നിൽക്കാൻ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ വിശന്ന് നമ്മൾ മധുബൂത്ത് ഉണ്ടാക്കി കൊണ്ടുതരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ അവിടെ എത്തിയാൽ കേട്ടോ ചിക്കൻ മസാല കൂട്ടി ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ എത്തിയാൽ പൊരിച്ചു കേട്ടോ. അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങളിങ്ങനെ ടൂർ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ കൊണ്ടുപോകലോ അല്ല, ഗ്യാസും അടുപ്പും കുറ്റിയൊക്കെ ആയിട്ട് പോട്ടോ. അങ്ങനെ ദമ്മ് പൊളിച്ചു, ഫുഡൊക്കെ കഴിച്ചിട്ടോ. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഇറങ്ങി കുളി ആരംഭിച്ചു ഗൈസ്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയോ മേലേന്ന് ആ പാലത്തിൻ്റെ അടിയിലാണ് ഇട്ടത്. പാലത്ത് വന്ന് താഴത്തേക്ക് നോക്കിയപ്പം അങ്ങനെയൊന്നും വെള്ളമൊന്നും ഇല്ല എന്നിട്ട് തോന്നി, കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷേ ഗൈസ് ഇവിടെ എത്തി നോക്കിയപ്പോഴല്ലേ നല്ല വെള്ളം ഉണ്ട് ഇട്ടത്. മേലേന്ന് താഴേക്ക് നോക്കുമ്പോൾ അങ്ങനെ തോന്നൂല. പക്ഷേ ഇവിടെ എത്തുമ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലാണ്. ചില സ്ഥലത്തൊക്കെ 2 ആളെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയും പെട്ടെന്ന് വെള്ളം വരുന്നതൊക്കെ അപകടം തന്നെയാണ്. പക്ഷെ നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഏതായാലും അധികം മേലോട്ടൊന്നും പോയില്ല കേട്ടോ. പേടിയാണ്, കാരണം മഴക്കാലമല്ലേ, പെട്ടെന്ന് വെള്ളം വരും. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ കുളിക്കാനൊക്കെ. എന്താ യായുനും മക്കളൊക്കെ എല്ലാവരുടെ അടുത്തും മക്കളുള്ളതിനെ കൊണ്ട് ഒരു കുട്ടികളെ നോക്കി തരാനൊന്നും കഴിയില്ല. കാരണം കുറേ എല്ലാവരുടെ അടുത്തും ഓരോരോ കുട്ടികൾ, പിന്നെ കുറേ കുട്ടികളാണല്ലോ ഉള്ളത്. അങ്ങനത്തെ യായുനായിട്ട് കുളിക്കലൊക്കെ ആരംഭിച്ച് ഗേസ്. വെള്ളം നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഫീസർത്ത വെള്ളം പോലൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നല്ലൊരു തണുപ്പ് തോന്നിയാലും പിന്നെ ഒരു തണുപ്പൊരു ശീലമാകുമ്പോൾ പ്രശ്നമില്ല അറിയിട്ടില്ലേ. നല്ല ഉരുണ്ട കല്ലുകളാണ് ഗൈസ് ഇവിടെയൊക്കെ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വീണ് അപകടം വരാൻ നല്ല സാധ്യത ഉണ്ട് കണ്ടില്ലേ. ആ മേലേന്ന് താഴത്തേക്കാണ് കേട്ടോ വെള്ളം പെട്ടെന്ന് വരും. മലയിൽ അങ്ങനെ അങ്ങോട്ട് വരലാണ്. ആ വെള്ളം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ പാറ ഒന്നും കാണൂല, ഫുള്ള് വെള്ളം ഡാം തുറന്നിട്ട പോരെ അങ്ങോട്ട് ഒലിച്ചങ്ങോട്ട് പോകും. അതാണ് ഗൈസ്. കണ്ടില്ലേ മക്കളൊക്കെ ചാടലാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കുളിക്കേണ്ട കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ സൺഡേ ഒഴിവുള്ള ദിവസമൊക്കെ ഇങ്ങനെ വരും.
പിന്നെ ഫുഡൊക്കെ വെച്ചുണ്ടാക്കുക. സാധാരണ ഞങ്ങൾ സാധനം കൊണ്ടുവന്നിട്ട് ഗ്യാസും കുറ്റിയൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വെക്കലാട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വെറൈറ്റി വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവന്നിട്ട് ഫുഡ്. അതുകൊണ്ട് കുറച്ച് ഒരു പണി കുറഞ്ഞിട്ട്, പക്ഷെ എല്ലാവരും കൂടി വെക്കുമ്പോൾ രസമാണ് ഗൈസ്. അങ്ങനത്തെ രണ്ട് സൈഡിലും കാട് നടുവിലൂടെ ഇതിട്ടോ ആ ഹൈറ്റിൽ അവിടെ നിന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്ന ആ പാലാണ് ഇട്ടത്. അവിടുന്ന് താഴെയാണ് ഗൈസ് ഇത്. ആ പാലത്തിൻ്റെ നേരെ അടിയിൽ വലിയൊരു കടന്നൽ കൂടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് അധികമായിട്ട് പോകാൻ പേടിയായിട്ടില്ല, ഈ ഭാഗത്ത് തന്നെ കേട്ടോ തിന്നിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ചക്ക മരത്തുമ്മലുള്ളൊരു ചക്ക നോക്കിയായിരുന്നു, എന്താണ് പ്ലാവുമുള്ളൊരു ചക്ക നിറയെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി എല്ലാവരും വീട്ടിലേക്ക് മാറാപ്പും കെട്ടി പോകാൻ തുടങ്ങി കേട്ടോ. ഇനി ഗൈസ് വീട്ടിലെത്തിയിട്ട് വേണം പോരുന്ന വഴിക്ക്. പിന്നെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ചായ കുടിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട്. അപ്പോൾ ഓക്കെ ബായ്. അപ്പോൾ ചെറിയൊരു വീഡിയോ.